അസ്സലാമലൈക്കും, നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. अस्सलामुअलैकुम, नमस्ते मेरा दोस्तों और जितना भी मेरा फॉलोवर्स है सबको मेरी तरफ से पहले मैं सलाम कर रहा हूँ. ഇത് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഡിസേർട്ട് സഫാരിക്കാണ് വന്നിട്ടുള്ളത്. ദുബായിൽ നിന്ന് അങ്ങോട്ട് ദൂരെ കുറച്ച് ഡിസേർട്ട് സഫാരി എന്ന് പറയുമ്പോൾ മദാമിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങോട്ട് പോയ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 3 മണിക്കാണ് ഞങ്ങളെ ഈ വണ്ടി വന്ന് പിക്ക് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് എ സിയിലൊക്കെ ഇരുന്നിട്ട് ലാൻഡ് ക്രൂസറിലാണ് ഞങ്ങൾ റൂമിൻ്റെ അവിടെ നിന്ന് ഡിസേർട്ട് സഫാരി വരെ പോയത്. അടിച്ച് പൊളിച്ചിട്ടുള്ള കണ്ടില്ല നിങ്ങൾ എല്ലാവരും, നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ആദ്യം ചെന്നത് ബൈക്ക് റൈഡിൻ്റെ സ്ഥലത്താണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഡിസേർട്ട് സഫാരിക്ക് ഞങ്ങളെ കൊണ്ടുപോയ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ബൈക്ക് റൈഡിന് പോകാൻ താല്പര്യമുള്ളവർക്ക് ബൈക്ക് പോയിട്ട് എത്ര മിനിറ്റിന് അല്ലെങ്കിൽ എത്ര മണിക്കൂറിന് റെൻറ്റിനൊക്കെ വാങ്ങി ഞങ്ങളുടെ കൂടെ ഉള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ റൈഡൊക്കെ ചെയ്തു. മറ്റുള്ളവരൊക്കെ അത് കണ്ടു നിന്നു, വീഡിയോ എടുത്തു, ഷൂട്ട് ചെയ്ത് നിന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഡിസേർട്ട് സഫാരി, അതായത് 4 വീൽ ഡ്രൈവിൻ്റെ ആ മാസ്മരികത, ആ ഒരു എന്താ പറയുക, ഒരു സാഹസികത നിറഞ്ഞ ഒരു യാത്ര ഡിസേർട്ടിലൂടെ ഞങ്ങൾ അങ്ങനെ അടിച്ച് പൊളിച്ച് എന്ന് വേണം പറയാം. റൈഡിൻ്റെ സമയത്ത് ചിലർക്കെങ്കിലും ചെറിയ ഭയം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ആ ഭയമില്ലാത്ത തരത്തിലാണ് ഞങ്ങളെ 4 വീൽ വണ്ടിയുടെ ആ ലാൻഡ് ക്രൂസറിൻ്റെ ഡ്രൈവർ ഞങ്ങളെ എന്താ പറയുക ട്രീറ്റ് ചെയ്തത്. അത്രയ്ക്കും നല്ല ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഡിസേർട്ടിലൂടെ ഞങ്ങൾ കാഴ്ചവെച്ചത്. അതിനിടയിൽ ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, അങ്ങനെ പറയേണ്ട ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്തിട്ട് വളരെ സാഹസികമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഡിസേർട്ട് സഫാരിയിലൂടെ ഞങ്ങൾ കാഴ്ചവെച്ചത്. അതിനിടയ്ക്ക് നമ്മൾ ഓരോരുത്തർ അഭ്യാസ പ്രകടനങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു താരം, ഞങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു മകനായിരുന്നു, മിസ്റ്റർ റോഷനാണ് ഇത്. ഈഗിളിനൊക്കെ പിടിച്ച് വളരെ നല്ല അടിപൊളിയായിട്ടാണ് നിന്നത്. കൂടെ ഞങ്ങളും നിന്നുകൊണ്ട് ഈ മരുഭൂമിയുടെ അല്ലെങ്കിൽ ഈ മണലാരണ്യത്തിൻ്റെ ആ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് അത് ക്യാമറയിൽ പകർത്തി, വണ്ടിയുടെ റൈഡും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടർന്നത്. യു എയിൽ വന്നവരെല്ലാം ഡിസേർട്ട് സഫാരി ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ആസ്വദിക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ വളരെ വൈകിട്ടാണ് ഞാൻ ഈ ഡിസേർട്ട് സഫാരിക്ക് വന്നിട്ടുള്ളത്, യു എയിൽ എത്തിയതിന് ശേഷം. അങ്ങനെയൊക്കെയാണ് ഈ ഡിസേർട്ട് സഫാരിയുടെ വിശേഷങ്ങൾ. എൻ്റെ ഫ്രണ്ടിൻ്റെ മകനുമാണ് ആ ഒട്ടക സഫാരി ക്യാമൽ റൈഡ് ചെയ്യുന്നത്. ഡിസേർട്ട് സഫാരിക്ക് വരുന്നവർ കുറച്ചൊക്കെ ഒരു എൻജോയ് മൂഡുള്ളവരായിരിക്കണം. കണ്ടില്ലേ, അപ്പം ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇതുമാതിരി ആ സന്ദർഭത്തിനനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഡാൻസോ അല്ലെങ്കിൽ അവനവർക്ക് കഴിയുന്ന പോലെയുള്ള മാതിരി അത് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള ഈ ഡിസേർട്ട് സഫാരിക്ക് അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ വരേണ്ടത്. ഞാനും എൻ്റെ ഫ്രണ്ടും ആ കാര്യത്തിൽ കുറച്ച് തൊലിക്കെട്ടി കൂടുതലുള്ള ഐറ്റമാണ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും റൈഡ് തുടർന്നു. ഞങ്ങൾ ഈ ഡിസേർട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ച് നല്ല നൃത്തം ചെയ്തിട്ടൊക്കെയാണ് വണ്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ഞങ്ങൾ എത്തുന്നത് അവിടെയുള്ള ഒരു ക്യാമ്പിലാണ് വൈകുന്നേരം. ആ ക്യാമ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ക്യാമ്പിനുള്ളിൽ നമുക്ക് പല തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സൂഫി നൃത്തങ്ങൾ, അതുപോലെ വേറെ അറബിക് നൃത്തങ്ങൾ, അതുപോലെ ബെല്ലി നൃത്തങ്ങൾ, അതുപോലെ പല തരത്തിലുള്ള ഒരു എന്താ പറയുക സ്റ്റേജ് ഷോ നിങ്ങൾക്ക് ഈ ക്യാമ്പിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആകെ മൊത്തം അന്നത്തെ റൈഡ് ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ചെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല സാഹസികമായിട്ടുള്ള പല സ്റ്റേജ് ഷോകളും ഈ സ്റ്റേജിൽ
അരങ്ങേറുന്നുണ്ട്. കുറച്ചൊരു പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഷോ തന്നെയാണ് ഇത്. അവരുടെ ജീവൻ തന്നെ പണയം വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഈ തീക്കളി കളിക്കുന്നത്. എങ്ങനെയായാലും ആകെ മൊത്തം അവിടെ കൂടിയ കാണികൾക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ഈ ക്യാമ്പിനുള്ളിൽ ഡിസേർട്ട് സഫാരി പ്രമാണിച്ച് ഈ നടക്കുന്നത്. मेरा दोस्तों, मेरा भाइयों, आप लोगों को अभी समझ गया होगा कि मैं कहाँ पर हूँ. मैं यहाँ दुबई डिसर्ट सफारी में आ गया. यहाँ का हर प्रोग्राम का मैं एंजॉय कर रहा हूँ और मज़ा ले रहा हूँ. तो आप लोगों को भी ये वीडियो देख करके आप लोगों को समझने के लिए मैंने हिंदी में भी मैं समझा रहा हूँ कि किसी एक दोस्त ने कमेंट किया था कि मैं जो बोल रहा हूँ वो उसको समझ में नहीं आता क्योंकि मैं मलयालम में समझा रहा हूँ ना, तो इसीलिए मैंने हिंदी में भी इसके थोड़ा सा समझा रहा हूँ कि आप लोग भी समझ सके. तो ये था मेरा यहाँ का वीडिയോ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഡിസേർട്ട് സഫാരിയിലെ കാഴ്ചകൾ. എല്ലാം കൂടി കുറേശ്ശെ ഒരു കോക്ടെയിൽ പരുവത്തിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതിനിടയ്ക്ക് ഫുഡ് എൻജോയ് ചെയ്യുന്നത് കണ്ടോ. നല്ല അടിപൊളി ഫുഡ്, നല്ല ബൊഫേ ഫുഡ്, എന്ത് വേണമെങ്കിലും എത്ര സമയത്തും വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമുക്ക് അവർ ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ ടൈപ്പ് ഫുഡും, എല്ലാ ടേസ്റ്റുള്ള ഫുഡും, എല്ലാ നാട്ടുകാരുടെ ടേസ്റ്റ് ഫുഡും അവിടെയുണ്ട്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും എല്ലാം അവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് ഡ്രിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം മൊത്തത്തിൽ ഒരു അടിപൊളി ആയിരുന്നു അന്നത്തെ ആ ഡിസേർട്ട് സഫാരി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും അത് തോന്നും. ദുബൈയിൽ താമസിക്കുന്നവർ, ദുബൈയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിക്കുന്നവർ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇതൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ചാൽ നമുക്കുള്ള ഒരു പിരിമുറുക്കം ജോലിക്കിടയിലും അല്ലാത്തപ്പോഴും, അതുപോലെ തന്നെ നമ്മൾ നാട്ടിലെ ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ വിട്ട് നിൽക്കുമ്പോൾ, പിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ മാറിക്കിട്ടാനും നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ ഇതുപോലെയുള്ള ഡിസേർട്ടുകൾ, പാർക്കുകൾ, ബീച്ചുകൾ, ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ചാൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും. അതുവഴി നമ്മളെ ടെൻഷനെല്ലാം പമ്പ കിടക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി